തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ സിനിമയുടെ വിജയ് കുടുങ്ങോ? ഞാൻ അതിലേക്ക് വരാം. നമ്മുടെ ഒരു സുഹൃത്ത് സുനീഷ് ശ്രീധരൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ വിമർശിച്ച് എന്ന് പറഞ്ഞാൽ വിയോജിച്ചുകൊണ്ടാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ പറഞ്ഞു ഈ 41 പേര് ഇപ്പോൾ മരിച്ചു അല്ലേ, 41 പേരുടെ മരണം വിജയ് ആസൂത്രണം ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ. അതിൻ്റെ തലക്കെട്ട് അങ്ങനെയാണ്. മാത്രമല്ല അതിനകത്ത് പറയുന്ന പല വസ്തുതകളും തെറ്റാണെന്നാണ് സുനീഷ് ശ്രീധരൻ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞത് 41 പേരുടെ മരണത്തിന് കാരണം വിജയാണെന്ന് പറഞ്ഞാൽ വിജയ് ഇങ്ങനെ തോക്കെടുത്തോ ചുറ്റിയെടുത്തോ വാളെടുത്തോ കത്തിയെടുത്തോ കുത്തിക്കൊന്നു എന്നല്ല പറഞ്ഞത്. അതിൻ്റെ സംഘാടനത്തിലൂടെ വിജയ് ആഗ്രഹിച്ചത് വലിയൊരു പബ്ലിസിറ്റിയാണ്. ഒരു ദുരന്തം ഉണ്ടായാൽ പോലും കിട്ടുന്നൊരു പബ്ലിസിറ്റി. വിജയുടെ ഒരു റാലി നടന്നാൽ ദേശീയ തലത്തിൽ ഇത്രയും ചർച്ചയാവത്തില്ല. ദുരന്തം ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വലിയ ചർച്ചയായത്. ഒരു ദുരന്തം ഉണ്ടായാലും തനിക്കൊന്നുമില്ല, ഞാനിനിയും എൻ്റെ യാത്ര തുടരും എന്ന് വിജയ് ഇന്നലെ പറഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് വിജയ് മിണ്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് ചില പശകളുണ്ട്. വലിയ സ്റ്റേഡിയം ചോദിച്ചിട്ട് സർക്കാർ കൊടുത്തില്ല, പിന്നെ വൈദ്യുതി തടസ്സമുണ്ടായി എന്നൊക്കെ സുനീഷ് ശ്രീധരൻ പറയുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി വിവരം കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് നമ്മൾ ആദരപൂർവ്വം പരിഗണിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഇന്നലെ കരൂർ വെസ്റ്റ് തമിഴക വെട്രി കഴകം TBK യുടെ ജില്ലാ സെക്രട്ടറി VP മതിയഴകൻ, സെൻട്രൽ ടൗൺ സെക്രട്ടറി എന്നിവരുടെ ജാമ്യ അപേക്ഷ കസ്റ്റഡിയിലാണ് അവർ, അവിടുത്തെ സെഷൻസ് കോടതി തള്ളി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.